നമസ്കാരം. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തുന്ന വികസന വേദിയിൽ വിജയ കേരളം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ തിരുവനന്തപുരം ജില്ലയിലെ നേമം, നെയ്യാറ്റിങ്കര എന്നീ മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ പരിചയപ്പെടാം. തിരുവനന്തപുരത്തിന്റെ ഹൃദയത്തിൽ ചരിത്രവും പാരമ്പര്യവും ആധുനികതയും സംഗമിക്കുന്ന മനോഹര മണ്ഡലം നേമം. സമ്പന്നമായ കഥകളും പുരാതന ക്ഷേത്രങ്ങളും മനോഹരമായ കടൽ തീരവും പച്ചപ്പും നിറഞ്ഞ ഗ്രാമങ്ങളും ഒത്തുചേർന്ന ഈ മണ്ഡലം കേരളത്തിന്റെ വികസന കുതിപ്പിന്റെ മികച്ച ഉദാഹരണമായി മാറിക്കഴിഞ്ഞു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വിദ്യാഭ്യാസം, ആരോഗ്യം, ഗതാഗതം, സാംസ്കാരികം, ടൂറിസം തുടങ്ങിയ എല്ലാ മേഖലകളിലും നേമം അതിവേഗം മുന്നേറുകയാണ്. ഈ വളർച്ചയിൽ നേമം കൈവരിച്ച നേട്ടങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് അടുത്തറിയാം. വിദ്യാഭ്യാസം എപ്പോഴും നമ്മുടെ സർക്കാരിന്റെ മുൻഗണനാ വിഷയമാണ്. ശക്തമായ ഒരു വിദ്യാഭ്യാസ അടിത്തറയാണ് വിശ്വകരമായ ഭാവിയിലേക്കുള്ള താക്കോൽ എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ നമ്മുടെ പൊതുവിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പരിവർത്തനം ചെയ്യുന്നതിനായി ചരിത്രപരമായ നടപടികൾ സ്വീകരിച്ചു. കിഫി വഴി സ്കൂൾ കെട്ടിടങ്ങൾ നവീകരിക്കുന്നതിനും നമ്മുടെ കുട്ടികൾക്ക് സുരക്ഷിതവും സുസജ്ജവും പ്രചോദനാത്മകവുമായ പഠനാന്തരീക്ഷങ്ങൾ ലഭ്യമാക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനും മൊത്തം 1427 കോടി രൂപ നിക്ഷേപിച്ചു. ഈ സംരംഭത്തിന്റെ ഭാഗമായി 5 കോടി രൂപ വില മതിക്കുന്ന 141 സ്കൂൾ കെട്ടിടങ്ങൾ അനുവദിച്ചു. അതിൽ 139 എണ്ണം പൂർത്തിയായി. 3 കോടി രൂപ വില മതിക്കുന്ന 386 സ്കൂൾ കെട്ടിടങ്ങൾ അനുവദിച്ചു. 179 എണ്ണം ഇതിനകം പൂർത്തിയായി. 1 കോടി രൂപ വില മതിക്കുന്ന 446 സ്കൂൾ കെട്ടിടങ്ങൾ അനുവദിച്ചു. ഇതിൽ 195 എണ്ണം പൂർത്തിയായി. ആകെ 973 സ്കൂൾ കെട്ടിടങ്ങൾ അനുവദിച്ചു. 513 എണ്ണം ഇതിനകം പൂർത്തിയായി എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വിവിധ ഫണ്ടുകളിൽ നിന്ന് നാം നിക്ഷേപം നടത്തിയത് 5000 കോടി രൂപയാണ് എന്നറിയുമ്പോൾ നമ്മുടെ സർക്കാർ വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകുന്ന മുൻഗണന വ്യക്തമാകും. ഇനി നമുക്ക് ഓരോ വകുപ്പുകൾ വഴി നേമം മണ്ഡലത്തിൽ നടപ്പിലാക്കിയ പ്രധാന പദ്ധതികളെ കുറിച്ച് കൂടുതൽ വിശദമായി അറിയാം. നേമം മണ്ഡലത്തിന്റെ സമഗ്ര വികസനത്തിനായി സംസ്ഥാന സർക്കാർ വിവിധ വകുപ്പുകൾ വഴി ബൃഹത്തായ പദ്ധതികളാണ് ആസൂത്രണം ചെയ്തു വരുന്നത്. ഓരോ പദ്ധതിയും നേമത്തിന്റെ ഓരോ മണ്ഡലത്തെയും സ്പർശിക്കുന്നതും അവിടുത്തെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതുമാണ്. ആദ്യം നമുക്ക് ജലഗതാഗത രംഗത്തെ പ്രധാന പദ്ധതികളിലേക്ക് കടക്കാം. കോസ്റ്റൽ ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ വകുപ്പ് നേമം മണ്ഡലത്തിൽ 2 വലിയ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. ഒന്ന്, ഒരു കാലത്ത് തിരുവനന്തപുരത്തിന്റെ ജലധമനിയായി അറിയപ്പെട്ടിരുന്ന പാർവതി പുത്തനാറിന്റെ പുനരുദ്ധാരണം. വർഷങ്ങളായി അവഗണിക്കപ്പെട്ട് കിടന്ന ഈ പുഴയെ വീണ്ടെടുക്കുന്നതിലൂടെ ജലഗതാഗതം പുനഃസ്ഥാപിക്കുക മാത്രമല്ല, ഈ പ്രദേശം ഒരു ടൂറിസം ഹോട്ട്സ്പോട്ടായി മാറ്റാനും കഴിയും. കേരള വാട്ടർവേസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ആണ് ഈ പ്രധാന പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതി ഇപ്പോൾ ഗൗരവമായ പരിഗണനയിലാണ്. ഇതിലൂടെ ഈ പ്രദേശത്തിന്റെ പരിസ്ഥിതിക്കും ടൂറിസം മേഖലയ്ക്കും വലിയ ഉണർവ് ലഭിക്കും. രണ്ടാമതായി, സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ വെസ്റ്റ് കോസ്റ്റ് കനാൽ പദ്ധതി. ഈ പദ്ധതി വഴി സ്ഥലം നഷ്ടപ്പെടുന്നവരെ പുനരധിവസിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഏകദേശം 247 കോടി 20 ലക്ഷം രൂപയാണ് ഇതിനായി അനുവദിച്ചിരിക്കുന്നത്. ഇതും കേരള വാട്ടർവേസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് തന്നെയാണ് നടപ്പിലാക്കുന്നത്. ഈ പദ്ധതികൾ പൂർത്തിയാകുന്നതോടെ നേമം ജലഗതാഗത രംഗത്ത് ഒരു നാഴികക്കല്ലായി മാറും. ഇനി നമുക്ക് സാംസ്കാരിക രംഗത്തേക്ക് വരാം. കൾച്ചറൽ അഫയേഴ്സ് വകുപ്പ് ചിത്രാഞ്ജലി സ്റ്റുഡിയോയെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്കുള്ള ഫിലിം സിറ്റിയായി വികസിപ്പിക്കുന്നതിനുള്ള ബൃഹത്തായ പദ്ധതി ആരംഭിച്ചിരിക്കുകയാണ്. അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ സ്റ്റുഡിയോ കോംപ്ലക്സുകൾ, വിവിധ സിനിമാ നിർമ്മാണ യൂണിറ്റുകൾ, പോസ്റ്റ് പ്രൊഡക്ഷൻ സൗകര്യങ്ങൾ, സിനിമാ മ്യൂസിയം തുടങ്ങി വിവിധ സൗകര്യങ്ങൾ ഇവിടെ ഒരുങ്ങും. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് ഈ പ്രൊജക്ടിന്റെ മേൽനോട്ടം വഹിക്കുന്നത്. ഏകദേശം 67 കോടി 16 ലക്ഷം രൂപയാണ് ഈ സ്വപ്ന പദ്ധതിക്കായി അനുവദിച്ചിരിക്കുന്നത്.
ഈ പദ്ധതി പൂർത്തിയാകുന്നതോടെ ചിത്രാഞ്ജലി കേരളത്തിന്റെ സിനിമാ സ്വപ്നങ്ങളുടെ പുതിയ മേൽവിലാസമായി മാറും. കടലിന്റെ മക്കൾക്ക് കരുതലായി ഫിഷറീസ് വകുപ്പ് നേമം തീരത്ത് പ്രധാന പദ്ധതികൾ നടപ്പിലാക്കുന്നു. പൂന്തുറയിലും വലിയതുറയിലും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് സുഗമമായ ബീച്ച് ലാൻഡിംഗ് സൗകര്യം ഒരുക്കുന്ന തീരസംരക്ഷണ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. വർഷങ്ങളായുള്ള മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യമാണ് ഇതിലൂടെ സഫലമാകുന്നത്. കേരള സ്റ്റേറ്റ് കോസ്റ്റൽ ഏരിയ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഏകദേശം 20,78,00,000 രൂപയാണ് ഈ പദ്ധതിക്കായി അനുവദിച്ചിരിക്കുന്നത്. ഈ പദ്ധതി പൂർത്തിയാകുന്നതോടെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിത നിലവാരം ഉയരുകയും അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് നല്ല വില ലഭിക്കുകയും ചെയ്യും. വിദ്യാഭ്യാസ രംഗത്ത് നേമം മണ്ഡലം ഒരു മാതൃക സൃഷ്ടിക്കുകയാണ്. ജനറൽ എഡ്യൂക്കേഷൻ വകുപ്പ് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി വിദ്യാഭ്യാസ നിലവാരം ഉയർത്താൻ ലക്ഷ്യമിട്ട് നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നു. തിരുവനന്തപുരം ക്ലസ്റ്റർ 1, തിരുവനന്തപുരം ക്ലസ്റ്റർ ഫേസ് 2 എന്നീ ക്ലസ്റ്റർ പദ്ധതികളിലൂടെ സ്കൂളുകളിൽ പുതിയ കെട്ടിടങ്ങൾ, സ്മാർട്ട് ക്ലാസ് റൂമുകൾ, ആധുനിക ലൈബ്രറി, സയൻസ് ലാബുകൾ, കമ്പ്യൂട്ടർ ലാബുകൾ തുടങ്ങിയ സൗകര്യങ്ങൾ ഒരുക്കുകയാണ്. പ്രത്യേകിച്ച് കാലടി ഗവൺമെന്റ് ഹൈസ്കൂൾ പോലുള്ള സ്ഥാപനങ്ങൾ ഹൈടെക് സൗകര്യങ്ങളിലേക്ക് മാറുന്നത് വിദ്യാർത്ഥികൾക്ക് അനുഗ്രഹമാകും. ഈ പദ്ധതികൾ വിദ്യാഭ്യാസ മേഖലയിൽ നേമത്തിന് ഒരു പുതിയ മുഖം നൽകും. ആരോഗ്യരംഗത്ത് ഏവർക്കും അളവറ്റ കരുതൽ നൽകി ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ വകുപ്പ് 140 നിയോജക മണ്ഡലങ്ങളിൽ 10 ബെഡുകളുള്ള ഐസൊലേഷൻ വാർഡുകൾ നിർമ്മിക്കുന്ന പദ്ധതി നേമം മണ്ഡലത്തിലും നടപ്പിലാക്കുന്നു. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഏത് അടിയന്തര സാഹചര്യത്തിലും രോഗികൾക്ക് പ്രയോജനപ്പെടുന്ന ഈ പദ്ധതി ആരോഗ്യ മേഖലയ്ക്ക് വലിയ ബലം നൽകും. തൊഴിൽ മേഖലയിൽ പുതിയ അവസരങ്ങൾ സൃഷ്ടിച്ച് പ്ലാനിംഗ് ആൻഡ് ഇക്കണോമിക് അഫയേഴ്സ് വകുപ്പ് വർക്ക് നിയർ ഹോം എന്ന ആശയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതി നേമം ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ പുരോഗമിക്കുന്നു. കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഈ പദ്ധതി പ്രാദേശിക സാമ്പത്തിക രംഗത്ത് പുതിയ സംരംഭങ്ങൾക്കും തൊഴിലവസരങ്ങൾക്കും വഴി തുറക്കും. പ്രത്യേകിച്ച് സ്ത്രീകൾക്കും വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതൊരു സുവർണ അവസരമാണ്. വൈദ്യുതി മേഖലയിൽ കുതിച്ചുചാട്ടത്തിനൊരുങ്ങി പവർ വകുപ്പ്. ട്രാവൻകൂർ ലെൻസ് പാക്കേജ് 2 എന്ന പദ്ധതി നേമത്ത് പുരോഗമിക്കുകയാണ്. KSEBL ട്രാൻസ്ഗ്രിഡ് ആണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. പുതിയ വൈദ്യുതി ലൈനുകൾ, സബ് സ്റ്റേഷനുകൾ എന്നിവ സ്ഥാപിക്കുന്നതിലൂടെ നേമം മണ്ഡലത്തിലെ വൈദ്യുതി വിതരണം കുറ്റമറ്റതാകും. വോൾട്ടേജ് ക്ഷാമം ഇല്ലാതാകും. ഏകദേശം 96,99,00,000 രൂപയാണ് ഈ പദ്ധതിക്കായി അനുവദിച്ചിരിക്കുന്നത്. ഈ പദ്ധതി പൂർത്തിയാകുന്നതോടെ നേമം മുഴുവൻ സമയവും വെളിച്ചത്തിൽ കുളിക്കും. ഗതാഗത സൗകര്യങ്ങൾ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താൻ പൊതുമരാമത്ത് വകുപ്പ് നേമം മണ്ഡലത്തിൽ ശ്രദ്ധേയമായ പദ്ധതികൾ നടപ്പിലാക്കുന്നു. കിഫ്ബി 2017-18 കരമന, നെടുമങ്ങാട്, സോമൻ നഗർ, കാലടി റോഡ് മെച്ചപ്പെടുത്തൽ എന്ന പ്രധാന പദ്ധതി ഉടൻ തന്നെ ആരംഭിക്കും.
കൂടാതെ മണക്കാട് ആറ്റുകാൽ ക്ഷേത്ര റോഡ് വികസനം പൂർത്തിയായി കഴിഞ്ഞു. ഇത് ആറ്റുകാൽ ക്ഷേത്രത്തിലേക്കുള്ള ഭക്തജനങ്ങളുടെ യാത്ര സുഗമമാക്കും. റോഡുകൾ നവീകരിക്കുന്നതോടെ നേമത്തിന്റെ ഗതാഗത രംഗത്ത് വലിയ മാറ്റം സംഭവിക്കും. പൊതുജന സേവനങ്ങൾ ലളിതമാക്കാൻ രജിസ്ട്രേഷൻ വകുപ്പും നേമം മണ്ഡലത്തിൽ 2 പ്രധാന പദ്ധതികൾ നടപ്പിലാക്കുന്നു. ക്ലസ്റ്റർ 2-ൽ മലയങ്കീട് മുതൽ വർക്കല വരെയുള്ള സബ് രജിസ്ട്രാർ ഓഫീസുകൾ നവീകരിക്കുന്നു. അതുപോലെ ക്ലസ്റ്റർ 1-ൽ നേമത്ത് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഒരു രജിസ്ട്രേഷൻ കോംപ്ലക്സ് തന്നെ നിർമ്മിക്കുന്നു. കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡാണ് ഈ പദ്ധതികളുടെ നിർമ്മാണ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. ഈ പദ്ധതികൾ പൂർത്തിയാകുന്നതോടെ രജിസ്ട്രേഷൻ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് കുറഞ്ഞ സമയം കൊണ്ട് ലഭ്യമാകും. വിദ്യാഭ്യാസം, ആരോഗ്യം, ഗതാഗതം, സാംസ്കാരികം, ജലഗതാഗതം, വൈദ്യുതി, പൊതുസേവനങ്ങൾ തുടങ്ങിയ എല്ലാ മേഖലയിലും നേമം നിയോജക മണ്ഡലം വികസനത്തിന്റെ പുതിയ പാതയിലാണ്. ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ സർക്കാരിന്റെ പിന്തുണയോടെ നേമം ഇനിയും വലിയ നേട്ടങ്ങൾ കൈവരിക്കുമെന്നതിൽ സംശയമില്ല. ഈ വികസനം നേമത്തിന്റെ ഭാവി തലമുറയ്ക്ക് ഒരു മുതൽക്കൂട്ടാകും. ഇനി തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ പരിചയപ്പെടാം. കേരളത്തിന്റെ തെക്കേ മുനമ്പിൽ പശ്ചിമഘട്ട മലനിരകളുടെ താഴ്വരയിൽ അറബിക്കടലിന്റെ തീരത്ത് പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച നെയ്യാറ്റിൻകര മണ്ഡലം. നെയ്യാറിന്റെ ഇരുകരകളിലുമായി പച്ച പുതച്ചു കിടക്കുന്ന ഈ മണ്ഡലം കേരളത്തിന്റെ ചരിത്രത്തിലും സംസ്കാരത്തിലും തനതായ ഒരിടം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെയും സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെയും ഓർമ്മകൾ ഉണർത്തുന്ന ഈ മണ്ണ് ഇന്ന് വികസനത്തിന്റെ പുതിയ പാതയിലാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി നെയ്യാറ്റിൻകരയിൽ കാണാൻ സാധിച്ച വികസന മുന്നേറ്റങ്ങൾ നമുക്ക് അടുത്തറിയാം. കിഫ്ബി രൂപീകൃതമായിട്ട് 25 വർഷം കടക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിലെ ബജറ്റിന് പുറത്ത് ഒരു സാമ്പത്തിക ധനകാര്യ സ്ഥാപനമായിട്ടാണ് കിഫ്ബിയുടെ രൂപീകരണ ഘട്ടത്തിൽ ആലോചിച്ചിരുന്നതെങ്കിലും തുടർന്നു വന്ന ഗവൺമെൻറ്റുകൾക്ക് ആ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ 2016 ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ കിഫ്ബി ഒരു യാഥാർത്ഥ്യമായി മാറുകയുണ്ടായി. അതിൻ്റെ രൂപീകരണ ഘട്ടത്തിൽ, അതിൻ്റെ പ്രവർത്തനങ്ങൾ തീരുമാനിക്കുന്ന ഘട്ടത്തിലും കിഫ്ബിയുടെ ആശയത്തെ സംബന്ധിച്ചും അതിൻ്റെ പ്രായോഗികതയെ സംബന്ധിച്ചും ഒരുപാട് ആശങ്കകളും ഒരുപാട് അഭിപ്രായങ്ങളും രാഷ്ട്രീയമായ എതിരഭിപ്രായങ്ങളുമെല്ലാം രൂപപ്പെടുത്തുന്നതിന് ചിലർ പരിശ്രമിച്ചിരുന്നു. എന്നാൽ അത്തരം ആശങ്കകളെയും അഭിപ്രായങ്ങളെയും അസ്ഥാനത്താക്കിക്കൊണ്ട് കിഫ്ബി കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളിലെ ഒരു യാഥാർത്ഥ്യമായി മാറി എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. നമുക്കറിയാം, ബജറ്റിലെ ചെറിയ തുകയും ചില മറ്റ് ആവിഷ്കൃത പദ്ധതികളുടെ തുകയും ആശ്രയിച്ചുകൊണ്ട് ഓരോ സംസ്ഥാനത്തും പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടു പോകുമ്പോൾ കേരളം അങ്ങനെ അറച്ചു നിന്നില്ല. നമ്മുടെ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള
പദ്ധതിക്ക് പുറത്തുള്ള വിഭവസമാഹരണം കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് കിഫ്ബിക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞു. അത് കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിലും നൂറുകണക്കിന് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വലിയ പങ്കാളിത്തം വഹിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ പുത്തൻ ഉണർവുണ്ടാക്കാൻ കിഫ്ബിയുടെ വലിയ കരുതലുണ്ടായിരുന്നു. നെയ്യാറ്റിൻകര അസംബ്ലി മണ്ഡലത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഹൈസ്കൂളുകൾക്ക്, ഹയർ സെക്കൻഡറി സ്കൂളുകൾക്ക് പുതിയ മന്ദിരങ്ങൾ നിർമ്മിച്ച് നൽകുവാൻ കിഫ്ബി വലിയൊരു ആശ്വാസകരമായി കൈത്താങ്ങായി മാറി. അതുമാത്രമല്ല, കുടിവെള്ള പദ്ധതി നമുക്കറിയാം, കേരളത്തിൽ അങ്ങോളം കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പ്രയാസങ്ങൾ നേരിട്ടിരുന്നു. നമുക്ക് 44 നദികളും ഒട്ടനവധി ജലാശയങ്ങളും വിസ്തൃതമായ കായലുകളുമൊക്കെ ഉണ്ടെങ്കിലും ശുദ്ധജല വിതരണം ശുദ്ധീകരിച്ച് എത്തിക്കുക, എല്ലാവർക്കും അത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ഒട്ടനവധി പ്രയാസങ്ങളും പ്രശ്നങ്ങളും നേരിട്ടിരുന്നു. അവിടെയാണ് കിഫ്ബിയുടെ ഒട്ടനവധി കുടിവെള്ള പദ്ധതികൾ യാഥാർത്ഥ്യമായത്. നെയ്യാറ്റിൻകര അസംബ്ലി മണ്ഡലത്തിൽ 2 പദ്ധതികൾക്കാണ് അതിനുവേണ്ടി ഫണ്ട് അനുവദിച്ചത്. ഒന്ന് കാരോട് കുടിവെള്ള പദ്ധതി ഏകദേശം 100 കോടിയോളം രൂപ അടുപ്പിച്ചും, മറ്റൊന്ന് അതിയന്നൂർ കുടിവെള്ള പദ്ധതി 26 കോടി രൂപയും. അതിയന്നൂർ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമായി ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്ക് അത് സമർപ്പിച്ചു കഴിഞ്ഞു. കാരോട് കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ 1ാം ഘട്ട പ്രവർത്തനങ്ങൾ വളരെ നല്ല നിലയിൽ തന്നെ പുരോഗമിക്കുന്നു. ഈ 2025 ഡിസംബർ മാസം 31-ാം തീയതിക്ക് പദ്ധതി കമ്മീഷൻ ചെയ്യാൻ കഴിയുമെന്നാണ് വാട്ടർ അതോറിറ്റി വിഭാഗം അറിയിച്ചിട്ടുള്ളത്. അതുകൂടാതെ തന്നെ കിഫ്ബി ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒട്ടനവധി പ്രവർത്തനങ്ങൾ, റോഡുകളുടെ നവീകരണങ്ങളടക്കമുള്ള പദ്ധതികൾക്ക് കിഫ്ബിയുടെ ധനസഹായം നെയ്യാറ്റിൻകര അസംബ്ലി മണ്ഡലം സംബന്ധിച്ച് ആശ്വാസകരമായി മാറിയിട്ടുണ്ട്. പൊതുവിൽ നമ്മളെടുത്ത് പരിശോധിച്ചാൽ കേരളത്തിൽ നടന്നിട്ടുള്ള റോഡുകളുടെ വികസന പ്രവർത്തനങ്ങൾ, വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിനാവശ്യമായ ഫണ്ട് വകയിരുത്തൽ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യ മേഖലയിലെയും വിദ്യാഭ്യാസ മേഖലയിലെയും അതുപോലെ തന്നെ PWD റോഡുകളുടെയും അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട വ്യവസായ സംരംഭങ്ങൾക്കും എല്ലാം തന്നെ ആയിരക്കണക്കിന് കോടി രൂപയാണ് കിഫ്ബി വഴി നമുക്ക് ഒഴുകി എത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. കേരളത്തിൽ ഒരുപക്ഷെ അടുത്ത 25 വർഷക്കാലത്തിനകത്ത് നടപ്പാക്കാൻ വേണ്ടി കഴിയുമായിരുന്ന കാര്യങ്ങൾ ഈ കഴിഞ്ഞ 1-2 പിണറായി സർക്കാരിൻ്റെ കാലത്ത് തന്നെ പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് കേരളത്തെ അതിവേഗം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്ന് യാഥാർത്ഥ്യമാണ്. അതിൻ്റെ കരുത്തും ഏറ്റവും പ്രധാനമായത് കിഫ്ബിയുടെ ഫണ്ടിംഗ് ആണ്. തീർച്ചയായും കിഫ്ബിയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി, കിഫ്ബിയുടെ സഹായത്തെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടി ഒരുപാട് ആക്ഷേപങ്ങളും രാഷ്ട്രീയമായ നീക്കങ്ങളും ഒക്കെ നടത്തിയെങ്കിലും കിഫ്ബി അതിൻ്റെ ശരിയായ ദിശയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. 25 വർഷം പൂർത്തീകരിക്കപ്പെടുമ്പോൾ നമുക്കറിയാം കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ട് 6-7 വർഷം മാത്രമാണ് പിന്നിട്ടുള്ളത്. തീർച്ചയായും കിഫ്ബി കേരളത്തിലെ പൊതു താല്പര്യം മുൻനിർത്തിക്കൊണ്ട് അടിസ്ഥാന സൗകര്യ വികസനത്തിനും ജനക്ഷേമകരമായ പ്രവർത്തനത്തിനും നാടിൻ്റെ വളർച്ചയ്ക്കും പുതിയ കാലഘട്ടത്തിലേക്ക് കിഫ്ബി ഏറെ പ്രയോജനകരമായി മാറട്ടെ. 25 വർഷം പിന്നിടുമ്പോൾ വരാൻ പോകുന്ന നാളുകളിൽ ഏറ്റെടുക്കേണ്ട കർമ്മനിരതമായ പദ്ധതികളുമായി കുതിച്ചുചാട്ടം നടത്തട്ടെ എന്ന് ആശിക്കുകയാണ്. കിഫ്ബിയുടെ സംരംഭത്തിനും അതിൻ്റെ പ്രവർത്തകർക്കും എല്ലാവിധ ആശംസകളും ഈ ഘട്ടത്തിൽ നേരുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ നെയ്യാറ്റിൻകര ഒരു വലിയ കുതിച്ചുചാട്ടം തന്നെയാണ് നടത്തിയത്. പഴയ സൗകര്യങ്ങൾ പോരാതെ വന്നപ്പോൾ സർക്കാർ സ്കൂളുകൾക്ക് പുതിയ മുഖം നൽകി. ബാലരാമപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇതിന് ഉത്തമ ഉദാഹരണമാണ്. ഇവിടെ പുതിയ കെട്ടിടങ്ങൾ ഉയർന്നു, സ്മാർട്ട് ക്ലാസ് റൂമുകൾ വന്നു, ആധുനിക ലാബുകൾ സ്ഥാപിച്ചു. പഴയതും പുതിയതുമായ സ്കൂളിന്റെ ചിത്രങ്ങൾ കണ്ടാൽ തന്നെ ഈ മാറ്റം എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാകും. ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ ഒരു ഹബ്ബായി മാറിയിരിക്കുകയാണ്. ഇവിടെ ഹൈടെക് ലാബുകൾ, വിവിധ തൊഴിലുകൾ പഠിപ്പിക്കുന്ന വർക്ക്ഷോപ്പുകളുമുണ്ട്. യുവജനങ്ങൾക്കായി നിരവധി തൊഴിൽ പരിശീലന കോഴ്സുകൾ ഇവിടെ നടത്തുന്നു. ഇത് നെയ്യാറ്റിൻകരയിലെ യുവക്കൾക്ക് പുതിയ തൊഴിൽ സാധ്യതകൾ തുറന്നു കൊടുക്കുന്നു.
ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി മികച്ച പഠനാന്തരീക്ഷം ഒരുക്കിയിട്ടുണ്ട്. നവീകരിച്ച ക്ലാസ് മുറികൾ, പുതിയ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ലൈബ്രറി എല്ലാം കുട്ടികളുടെ വിജ്ഞാന തൃഷ്ണയെ ഉണർത്തുന്നതിന് വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്നു. ഇവിടെ പഠിച്ചിറങ്ങുന്ന ഓരോ വിദ്യാർത്ഥിയും നാടിന്റെ സമ്പത്തായി മാറുകയാണ്. ഗവൺമെന്റ് ഹൈസ്കൂളിൽ കുട്ടികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകി. ശുദ്ധമായ കുടിവെള്ളം, ആരോഗ്യകരമായ ശുചിമുറികൾ, കളിച്ചുല്ലസിക്കാൻ വിശാലമായ കളിസ്ഥലം ഇവയെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയതോടെ സർക്കാർ സ്കൂളുകളിലേക്ക് കുട്ടികൾ കൂടുതലായി എത്തിച്ചേരുന്നു. സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നത് ഏതു പ്രദേശത്തിന്റെയും വികസനത്തിന്റെ അടിസ്ഥാനമാണ്. നെയ്യാറ്റിൻകരയിലും റോഡ് ഗതാഗതത്തിന് വലിയ പ്രാധാന്യം നൽകി. പഴയ റോഡുകൾ നവീകരിച്ചു, പുതിയ റോഡുകൾ നിർമ്മിച്ചു. കണ്ണിപ്പുരം പാലം തുടങ്ങിയവ നെയ്യാറ്റിൻകരയുടെ ഗതാഗത രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അതുപോലെ അമരവിള, ഒറ്റശേഖരമംഗലം റോഡ്, കോസ്റ്റൽ ഹൈവേ എന്നിവയുടെ വികസനം ഈ മണ്ഡലത്തിലെ പ്രധാന നേട്ടങ്ങളിലൊന്നാണ്. ഇവ യാത്ര സുഗമമാക്കുക മാത്രമല്ല, വികസനത്തിന്റെ വാതിലുകൾ തുറക്കുകയും ചെയ്യുന്നു. കുടിവെള്ളക്ഷാമം നെയ്യാറ്റിൻകരയിലെ ഒരു പ്രധാന പ്രശ്നമായിരുന്നു. എന്നാൽ ഇന്ന് ആ ദുരിതത്തിന് ഒരു പരിധിവരെ അറുതി വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കാരോട് കുടിവെള്ള പദ്ധതി, കൊട്ടുകാൽ അതിയന്നൂർ കുടിവെള്ള പദ്ധതി, കിഴക്കൻമല കുടിവെള്ള പദ്ധതി തുടങ്ങിയവ ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രയോജനകരമായി. ഓരോ വീട്ടിലും പൈപ്പ് ലൈൻ വഴി കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുന്നു. പഴയ കാലത്ത് വെള്ളത്തിനായി ജനങ്ങൾ അലഞ്ഞിരുന്ന ദൃശ്യങ്ങൾ ഓർക്കുമ്പോൾ ഈ മാറ്റം എത്ര വിലപ്പെട്ടതാണെന്ന് നമുക്ക് മനസ്സിലാകും. നെയ്യാറ്റിൻകരയുടെ തീരദേശം മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുടെ നാടാണ്. അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് ഫിഷറീസ് വകുപ്പ് നിരവധി പദ്ധതികൾ നടപ്പിലാക്കി. പുഴയൂർ തീരദേശ സംരക്ഷണ പദ്ധതി കടലാക്രമണത്തിൽ നിന്ന് തീരത്തെ രക്ഷിക്കുന്നു. മത്സ്യ മാർക്കറ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ശക്തിപ്പെടുത്തിയത് മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് നല്ല വില ഉറപ്പാക്കുന്നു. ആരോഗ്യ മേഖലയിലും നെയ്യാറ്റിൻകര വലിയ പുരോഗതി നേടി. സർക്കാർ ആശുപത്രികളിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു. 10 ബെഡഡ് ഐസൊലേഷൻ വാർഡുകൾ നിർമ്മിച്ചത് ആരോഗ്യരംഗത്ത് വലിയ മുന്നേറ്റമായി. ഇതുകൂടാതെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും ആവശ്യമായ മരുന്നുകൾ ഉറപ്പുവരുത്തുന്നതിനും ശ്രദ്ധ ചെലുത്തി. പഴയകാലത്തെ ആശുപത്രികളുടെ അവസ്ഥയും ഇപ്പോഴത്തെ സൗകര്യങ്ങളും താരതമ്യം ചെയ്താൽ ഈ മാറ്റം എത്ര വിലപ്പെട്ടതാണെന്ന് മനസ്സിലാകും. സാംസ്കാരിക രംഗത്തും നെയ്യാറ്റിൻകരയ്ക്ക് സ്വന്തമായ ഒരിടമുണ്ട്. സിനിമാ തിയേറ്റർ കോംപ്ലക്സുകൾ സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതികൾ സാംസ്കാരിക വകുപ്പ് നടപ്പിലാക്കുന്നു. ഇവ പൂർത്തിയാകുന്നതോടെ നെയ്യാറ്റിൻകരയുടെ സാംസ്കാരിക രംഗം കൂടുതൽ സജീവമാകും. കൂടാതെ നാടൻ കലാരൂപങ്ങൾക്കും കലാകാരന്മാർക്കും പ്രോത്സാഹനം നൽകുന്ന പദ്ധതികളും നടപ്പിലാക്കുന്നുണ്ട്. തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നത് ഏതു പ്രദേശത്തിന്റെയും സാമ്പത്തിക വികസനത്തിന് അനിവാര്യമാണ്. നെയ്യാറ്റിൻകരയിൽ അതിനായുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. സ്കിൽ ഡെവലപ്മെന്റ് പ്രൊജക്ടുകൾക്ക് രൂപം നൽകി. വർക്ക് നിയർ ഹോം പോലുള്ള പദ്ധതികൾ പ്രാദേശികമായി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. കൈത്തറി പോലുള്ള പരമ്പരാഗത വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും കൃഷി മേഖലയിൽ പുതിയ സാങ്കേതിക വിദ്യകൾ കൊണ്ടുവരികയും ചെയ്യുന്നു. ഇവയെല്ലാം നെയ്യാറ്റിൻകരയുടെ സാമ്പത്തിക മേഖലയിൽ പുത്തൻ ഉണർവുണ്ടാക്കാൻ സഹായിക്കും. വികസനം എന്നത് ഒരിക്കലും അവസാനിക്കാത്ത ഒരു യാത്രയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ നെയ്യാറ്റിൻകരയിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഈ മണ്ഡലത്തിന് പുതിയ ദിശാബോധം നൽകി. ഇനിയും ഏറെ ദൂരം മുന്നോട്ട് പോകാനുണ്ട്. എങ്കിലും ഈ നേട്ടങ്ങൾ നെയ്യാറ്റിൻകരയുടെ ഭാവിക്ക് ഒരു വലിയ മുതൽക്കൂട്ട് തന്നെയാണ്. പ്രകൃതിയും സംസ്കാരവും ഒത്തുചേർന്ന നെയ്യാറ്റിൻകര ഇനിയും ഒരുപാട് മുന്നേറാനുണ്ട്.
തുടർന്നും കൂട്ടായ പ്രവർത്തനത്തിലൂടെ നെയ്യാറ്റിൻകരയെ കേരളത്തിലെ മറ്റ് മണ്ഡലങ്ങൾക്ക് മാതൃകയാക്കാവുന്ന ഒരു വികസന മോഡലായി മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. വികസന വീതിയിൽ വിജയ കേരളം എന്ന പ്രോഗ്രാമിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റു മണ്ഡലങ്ങളിലെ വികസനങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.